ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ചോതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊരുത്തക്കുറവുള്ള പുരുഷ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പൊരുത്തങ്ങൾ ഒരുപാടുണ്ടെങ്കിലും കൂടുതൽ പേരും നക്ഷത്ര പൊരുത്തം മാത്രമാണ് നോക്കി വിവാഹം നടത്തുന്നത്. ഇനി പൊരുത്തങ്ങൾ കുറഞ്ഞ നക്ഷത്രത്തിൽപ്പെട്ട ആളെയാണ് നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നതെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ജ്യോതിഷത്തിൽ അതിന് നമ്മുടെ ആചാര്യന്മാർ പ്രതിവിധികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തമനായ ഒരു ജ്യോതിഷിയെ സമീപിക്കുക. അദ്ദേഹം നിങ്ങളുടെ ജാതകങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം പ്രതിവിധി നിർദ്ദേശിച്ചു തരും. അതിന് വലിയ പൂജാതി കർമ്മങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ചെറിയ ചില കർമ്മങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അനാവശ്യമായി പൈസ ചെലവാക്കേണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ആചാരമനുസരിച്ച് ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് വിവാഹമെന്ന ചടങ്ങോടെയാണല്ലോ. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒത്തുചേരൽ, അതിൽ നിന്ന് ഒരു പുതിയ കുടുംബം പിറക്കുന്നു. ആ കുടുംബത്തിൻ്റെ സുസ്ഥിരതയ്ക്കും സമാധാനത്തിനും സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകപ്പൊരുത്തം നോക്കി വിവാഹം നടത്തുന്നതാണ് ഉത്തമം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഒരു സംശയമുണ്ടായേക്കാം, ഇതൊക്കെ നോക്കി വിവാഹം നടത്തിയിട്ടും വേർപാടും പ്രശ്നങ്ങളും വിവാഹശേഷം ഉണ്ടാകുന്നില്ലേ എന്ന്. തീർച്ചയായും ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനൊരു ജ്യോതിഷി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജ്യോതിഷത്തിൽ മുഖ്യം ഗണിതം, സമയം, ഇതിനൊക്കെയാണ് പ്രധാന സ്ഥാനം. അപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം, അത് സ്വാഭാവികമാണ്. എന്നാൽ ജ്യോതിഷത്തിൻ്റെയോ ജ്യോതിഷിയുടെയോ കുറ്റമല്ലാതെ, ഉദാഹരണമായി നിങ്ങളുടെ ജനന സമയം രേഖപ്പെടുത്തുന്നതിൽ ചെറിയ മിനിറ്റുകളുടെ വ്യത്യാസം വന്നാൽ അത് നിങ്ങളുടെ ജാതകഫലത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ നക്ഷത്രവും ജനന ലഗ്നവുമൊക്കെ മാറിപ്പോകും. അപ്പോൾ നിങ്ങളുടെ നക്ഷത്ര പൊരുത്തവും പാവസാമ്യവും ദശാകാലവും ഒക്കെ മാറും. അതാണ് മേൽപ്പറഞ്ഞ അവസ്ഥയ്ക്ക് കാരണം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, വിവാഹപ്പൊരുത്തം നോക്കി പൊരുത്തമുണ്ടെന്ന് കണ്ടാൽ ഉത്തമനായ ഒരു ജ്യോതിഷിയെ സമീപിച്ച് വിവാഹപ്രശ്നം വെപ്പിച്ച് അതിൻ്റെ ഫലത്തിലാവണം വിവാഹം. എന്നാൽ വിവാഹശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ 90% സാധ്യതയുണ്ടാകില്ല. 100% എന്നുള്ളത് ഈശ്വരന് മാത്രം കഴിയുന്ന ഒന്നാണല്ലോ. ഇനി നമുക്ക് ചോതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് യോജിക്കാത്ത പുരുഷ നക്ഷത്രങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യമായി ചോതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് യോജിക്കാത്ത പുരുഷ നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരികൾക്ക് രോഹിണി വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും മകം, വിശാഖം, അനിഴം, മൂലം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറവാണ്. വിശാഖം നാളിൽ ജനിച്ച സ്ത്രീക്ക് കാർത്തിക നക്ഷത്രം വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും ഭരണി, തൃക്കേട്ട, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൊരുരുട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറവാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഭരണി വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും കാർത്തിക, മകയിരം, പൂയം, പൂരം, ചിത്തിര, മൂലം, പൂരാടം, ഉത്രാടം, അവിട്ടം, ചതയം, പൊരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറയും. തൃക്കേട്ട നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് അശ്വതി വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും ഭരണി, രോഹിണി, പൂരം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൊരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറവാണ്. മൂലം നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് ആയില്യം വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും അശ്വതി, ഭരണി, കാർത്തിക, മകയിരം, ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി പൊരുത്തം കുറവാണ്. പൂരാടം നാളിൽ ജനിച്ച സ്ത്രീക്ക് പൂയം വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, അവിട്ടം, ഉത്രട്ടാതി എന്നീ മധ്യമരജു നക്ഷത്രങ്ങളിലും അശ്വതി, കാർത്തിക, രോഹിണി, തിരുവോണം, ചതയം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറയും. ഉത്രാടം നാളിൽ ജനിച്ച സ്ത്രീക്ക് പുണർദം വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും അശ്വതി, ഭരണി, കാർത്തിക, മകയിരം, വിശാഖം, തിരുവോണം, അവിട്ടം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായും പൊരുത്തം കുറവാണ്. തിരുവോണം നാളിൽ ജനിച്ച സ്ത്രീക്ക് തിരുവാതിര വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും ഭരണി, കാർത്തിക, പൂയം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായും പൊരുത്തം കുറവാണ്.
അവിട്ടം നക്ഷത്രം ജനിച്ച സ്ത്രീക്ക് മകൈരവും ചിത്രയും വേദനക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങളിലും ഭരണി, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, ഉത്രട്ടാതി എന്നീ മധ്യമരുചു നക്ഷത്രങ്ങളിലും രോഹിണി, തിരുവാതിര, പുണർതം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായും പൊരുത്തം കുറവാണ്. ചതയം നാളിൽ ജനിച്ച സ്ത്രീക്ക് അത്തം വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും അശ്വതി, രോഹിണി, മകൈരം, പുണർതം, പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിലും ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറയും. പൂരുരുട്ടാതി നാളിൽ ജനിച്ച സ്ത്രീക്ക് ഉത്രം വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും ഭരണി, കാർത്തിക, മകൈരം, പുണർതം, പൂയം, ആയില്യം, പൂരം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായും പൊരുത്തം കുറവാണ്. ഉത്രട്ടാതി നാളിൽ ജനിച്ച സ്ത്രീക്ക് പൂരം വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും ഭരണി, മകൈര്യം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം എന്നീ മധ്യമരുചു നക്ഷത്രങ്ങളിലും അശ്വതി, കാർത്തിക, മകം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറവാണ്. രേവതി നാളിൽ ജനിച്ച സ്ത്രീക്ക് മകം വേദനക്ഷത്രമാണ്. ആ നക്ഷത്രത്തിലും ഭരണി, കാർത്തിക, രോഹിണി, പൂരം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായും പൊരുത്തം കുറവാണ്. ചോതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അനുയോജ്യമല്ലാത്ത പുരുഷ നക്ഷത്രത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അനുയോജ്യമല്ലാത്ത പുരുഷ നക്ഷത്രങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.